ഇന്ത്യയുടെ അയൽരാജ്യമായ മാലിയിൽ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് താല്പര്യം ചൈനയോടായിരുന്നു. പക്ഷേ പരമ്പരാഗതമായി തന്നെ ഇന്ത്യയോടായിരുന്നു അവർക്ക് കൂറ്. ഇപ്പോൾ ഏറ്റവും അവസാനം അവർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയാണോ? നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുന്നുണ്ടല്ലോ. അതെ, മോദി അവരുടെ 60-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 60-ാം വാർഷികത്തിൽ മോദി വിശിഷ്ട അതിഥിയായിട്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മാലിദ്വീപിൽ നടക്കുന്ന ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ഒരു 1-2 വർഷത്തിന് മുമ്പ് ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്കാണ് മോദി പോകുന്നത്. അതെ, ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് മാത്രമല്ല, ഗെറ്റ് ഔട്ട് മോദി എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അവിടെ നിന്ന് എന്തുകൊണ്ട് അവർ നിലപാട് മാറ്റി, ഇത് വളരെ രസകരമാണത്. നമുക്കറിയാം, സത്യത്തിൽ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ രണ്ട് വൻ ശക്തികളെ ഉള്ളൂ. അത് ഒന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. റഷ്യ ആയുധങ്ങളുടെ കാര്യത്തിൽ, യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ റഷ്യ വളരെ മുന്നിലാണ്. അത് പഴയ കാലത്ത് അമേരിക്കയുമായിട്ടുള്ള ശീതസമരത്തിൻ്റെ ഫലമായിട്ട് റഷ്യ ആർജിച്ചതാണ് അതൊക്കെ. എന്നാൽ റഷ്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണോ? അല്ല. റഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചൊരു രാഷ്ട്രമാണോ? അല്ല. പഴയ USSRന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു റഷ്യ. പക്ഷേ നമ്മൾ പറയുന്ന ഈ നവ ലിബറൽ സാമ്പത്തിക സമൂഹത്തിൽ ലോകക്രമം മാറിയല്ലോ. ഈ ഗാട്ട് കരാറ് വന്നതിന് മുമ്പും പിമ്പും ലോകത്തെ നമുക്ക് രണ്ടായിട്ട് വിശകലനം ചെയ്യുമ്പോൾ 1990-കൾക്ക് ശേഷം ഏഷ്യയിൽ നിന്ന് രണ്ട് വലിയ ശക്തികൾ ഉള്ളത് ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമാണ്. ഈ ചൈന ഇന്ത്യയുടെ വളർച്ച ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രമായിരുന്നു. ഇപ്പോഴും ഏതാണ്ടൊക്കെ അങ്ങനെയാണ്. പക്ഷേ ചൈനയ്ക്ക് നേരെ വലിയ ചില വെല്ലുവിളികൾ വരുന്നത് കൊണ്ട് മാത്രം അവർ ഇന്ത്യയുമായിട്ട് ഉരസാതെ നിൽക്കുന്നു. ഈ ഇന്ത്യക്ക് ചുറ്റും ഈ ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ശ്രീലങ്ക, അതുപോലെ മാലിദ്വീപ്, അങ്ങനെ പല ദ്വീപ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിംഗപ്പൂർ പോലെയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ചൈന ഇന്ത്യയെ ഒരു മാല പോലെ വളഞ്ഞിരുന്നു ഒരു കാലത്ത്. പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് ഈ ചൈന എന്ന് കേട്ടാൽ തന്നെ അദ്ദേഹം പേടിച്ച് ഞെട്ടി ഉറക്കത്തിൽ ചാടി എണീച്ച് മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ചൈനയിൽ നിന്ന് അത്രയും വലിയ ഭീഷണി നമുക്കുണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ പ്രതിരോധ മന്ത്രി ശ്രീമാൻ AK ആന്റണി, അദ്ദേഹം ഒരു സാധു മനുഷ്യൻ. മൻമോഹൻ സിംഗിന് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മുൻ പ്രധാനമന്ത്രി നെഹ്റു അതെ പേടിച്ച് വിറച്ചത് അറിയാലോ. അതെ, അവസാനം റഷ്യയുടെ കാല് പിടിച്ച് അന്ന് USSR പറഞ്ഞതുകൊണ്ട് ചൈന പിൻവാങ്ങി. 62-ല് ആ ഏകപക്ഷീയമായ ആക്രമണം, അതിനെ യുദ്ധമെന്ന് പോലും പറയാൻ പാടില്ല. അപ്പോൾ മൻമോഹൻ സിംഗ് എന്റെ നേതാവ് തന്നെ പേടിച്ച് അതെ, ഞാൻ എന്ത് ചെയ്യാനെന്നാണ് ചിന്തിച്ചത്. എന്ന് മാത്രമല്ല, അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി ഒരു സാധു മനുഷ്യൻ. അദ്ദേഹമൊക്കെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മാനവ വിഭവശേഷി അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളാണ്. ഒരു സാധു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ചൈനയെ നമ്മൾ പ്രകോപിപ്പിക്കാനേ പാടില്ല, അതിർത്തിയിൽ നമ്മൾ ഒരു നിർമ്മാണവും നടത്തണ്ട, അതവിടെ അങ്ങനെ കിടക്കട്ടെ ഭൂമി, ചൈന ഒന്നും ചെയ്യില്ല, അവിടെ ഒരു പുൽനാമ്പ് പോലും കിളിർക്കില്ല. നെഹ്റുവും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് കോൺഗ്രസിൻ്റെ ഒരു നയമായിരുന്നു. ചൈനയെ പ്രകോപിപ്പിക്കാതെ സോപ്പിട്ട് ഇങ്ങനെ പോവുക. ഇന്ത്യ ചീനി ഭായി ഭായി എന്നായിരുന്നു നെഹ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നെഹ്റു ഇവിടെ ഇന്ത്യ ചീനി ഭായി ഭായി പറഞ്ഞുകൊണ്ടിരുന്നു. നെഹ്റു അവിടുന്ന് ചൈന അവിടുന്ന് അടിയിൽ കൂടെ പണിഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ 2014 സ്ഥിതി മാറി. ഇന്ത്യയോട് കളിച്ചാൽ എന്താണ് ഫലം എന്ന് ഗാൽവാൻ സംഭവത്തിൽ അവർക്ക് മനസ്സിലായി. ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ പറഞ്ഞതുപോലെ മാല പോലെ ഇന്ത്യയെ വളഞ്ഞു. ശ്രീലങ്ക അവരുടെ കയ്യിലായി, മാലിദ്വീപ് അവരുടെ കയ്യിലായി, അതുപോലെ ഈ നമ്മുടെ വടക്ക് കിഴക്ക് പല ചെറിയ ദ്വീപുകളും രാഷ്ട്രങ്ങളും ഒക്കെ ചൈന സാമ്പത്തികമായ സഹായമൊക്കെ ചെയ്ത് അവരെ വരുതിയിലാക്കി. ചൈനയുടെ കയ്യിലായി അവർ. അങ്ങനെ ചൈന ഈ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ അവിടെ എല്ലാം വ്യോമത്താവളങ്ങൾ സ്ഥാപിക്കുക, നാവികത്താവളങ്ങൾ സ്ഥാപിക്കുക, അവിടുത്തെ പോർട്ടുകൾ വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ പോർട്ടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുക,
എന്നിട്ട് അതിൻ്റെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുക. ഇങ്ങനെയൊക്കെ ചൈന വലിയ രീതിയിൽ ഇന്ത്യയെ പൂട്ടി. ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം, നമുക്ക് സമുദ്രതീരം എത്ര വലുതാണെന്ന് നമുക്കറിയാം. അല്ല, അന്നറിയാം പാകിസ്ഥാനിൽ തുടങ്ങി മാലിദ്വീപ്, അതെ, ശ്രീലങ്ക, അങ്ങനെ വളരെ നേപ്പാള്. കൃത്യമായിട്ട് ഇങ്ങനെ ഇന്ത്യയെ അങ്ങ് വളഞ്ഞിട്ടു ചൈന. അവിടെ നിന്നാണ് ഈ മാറ്റം 2014 ശേഷം സംഭവിക്കുന്നത്. അപ്പോൾ മാലിദ്വീപിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. വിനോദസഞ്ചാരികൾ അവിടെ എത്തി ചെലവഴിക്കുന്ന അത്രയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാലിക്ക് വലിയ അനുഗ്രഹമാണ്. ഒരു വലിയ രീതിയിൽ അവർ ഈ ആതിഥ്യ മര്യാദ വളരെ ഉള്ള ഒരു രാഷ്ട്രവും കൂടിയാണ്. നമുക്കറിയാം, മാലിദ്വീപിൽ മുമ്പും പല പട്ടാള അട്ടിമറികളും നടന്നിട്ടുണ്ട്. വളരെ ചെറിയ ദ്വീപ് രാഷ്ട്രം, ഏതാനും കോടികൾ വരുന്ന ജനസംഖ്യ, അത്രയേ ഉള്ളൂ അവിടെ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രം 1987-86 അവിടെ വലിയൊരു അട്ടിമറി നടന്നു. എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. 86 87 എന്നൊരു സംശയമുണ്ട് എനിക്ക്. 87 എൻ്റെ ഒരു ഓർമ്മ. അന്ന് രായ്ക്ക് രാമാനം ഇന്ത്യൻ പട്ടാളത്തെ അവിടെ അയച്ച് ആ പട്ടാള അട്ടിമറിയിൽ നിന്ന് അവരുടെ പ്രസിഡന്റിനെയും മറ്റു ഭരണാധികാരികളെയും ഇന്ത്യ രക്ഷിച്ചു. ഇല്ലെങ്കിൽ കൊന്നുകളയുമായിരുന്നു ഈ പട്ടാളക്കാരെ അധികാരം പിടിച്ചെടുത്തിട്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്, നമ്മുടെ ആക്കുളത്ത് നിന്നാണ് ഈ വ്യോമസേന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് പെട്ടെന്ന് വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും നമ്മൾ ഇന്ത്യൻ സൈന്യത്തെ, കമാൻഡോ ടീമിനെയൊക്കെ നമ്മൾ അവിടെ എത്തിച്ചത്. മണിക്കൂറുകൾ കൊണ്ട് മാലിദ്വീപ് ശാന്തമായി പട്ടാള അട്ടിമറിയെ തോൽപ്പിച്ച് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു കൊടുത്തു ഇന്ത്യ. മാലിദ്വീപ് പിടിച്ചെടുക്കാനോ ഒന്നും നമ്മൾ പോയില്ല. പകരം അവിടുത്തെ പ്രസിഡന്റ് സഹായം ചോദിച്ചു. ഈ UN-ലെ ഒരു അംഗരാജ്യം എന്നൊക്കെയുള്ള നിലയ്ക്ക് നമ്മൾ അവരെ അയൽപക്കത്ത് കിടക്കുന്നതാണ്, നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവിടെ നേരെ ചൈന വരും, അല്ലെങ്കിൽ അമേരിക്ക വരും. ഇത് രാജീവ് ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം, ഇന്ത്യൻ സൈന്യത്തിന് അറിയാം, നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസിന് അറിയാം. അവർ പറഞ്ഞു, വളരെ പെട്ടെന്ന് ഇടപെടണം, ഇല്ലെങ്കിൽ ഇത് നമുക്ക് വലിയ ശല്യമാവും. നാളെ അമേരിക്ക അവിടെ വന്നൊരു ബേസ് തുടങ്ങിയാൽ നമുക്കത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞു. രാജീവ് ഗാന്ധി ഉടനെ ആക്ട് ചെയ്തു. വളരെ കൃത്യമായിട്ട് നമ്മുടെ സൈന്യം അവിടെ എത്തി. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ സംഗതി കഴിഞ്ഞു, നമ്മുടെ സൈന്യം തിരിച്ചു വരികയും ചെയ്തു. അന്ന് വലിയ വാർത്തയായിരുന്നു അതൊക്കെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ എന്തോണ് പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ പത്രങ്ങളൊക്കെ വലിയ രീതിയിൽ അത് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ മാലിദ്വീപുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ പൊക്കോണ്ടിരുന്നതാണ് ഇന്ത്യ. അതിനെ തുരങ്കം വയ്ക്കാനാണ് ഈ ചൈന ശ്രമിച്ചത്. അത് ഏതാണ്ട് 2-3 വർഷങ്ങൾ മുമ്പ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് മുയിസു, അദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ ചൈന എരികേറ്റി അദ്ദേഹം ഇന്ത്യയുമായിട്ട് പെട്ടെന്നൊന്ന് ഉടക്കിയിട്ട്. അല്ല, തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടൊക്കെ എടുത്തിരുന്നു. അത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. നമുക്കറിയാം, ഈ മാലിദ്വീപിൽ നിന്ന് ആൾക്കാർ ചികിത്സ തേടി വരുന്നത് ഈ കേരളത്തിലേക്കാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്നത് കേരളമാണ്. അവർക്ക് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് പ്ലെയിൻ കയറിയാൽ ഇങ്ങ് വരാം, കേരളത്തിൽ വരാം. കേരളത്തിൽ വന്ന് മണിക്കൂർ തികച്ച് യാത്ര ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നാൽ ഇവിടെ നല്ല ചികിത്സ അവർക്ക് കിട്ടും. സ്വകാര്യ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതിനൊക്കെ കേരളം പറ്റിയ സ്ഥലമാണ്. തിരുവനന്തപുരത്ത് ഒരു കാലത്ത്, ഇപ്പോഴും അതെ, ഞങ്ങളുടെയൊക്കെ ആ പ്രദേശത്ത്, വിമാനത്താവളത്തിനോട് അടുത്ത പ്രദേശത്ത് വീട് വാടകയ്ക്ക് കിട്ടില്ലായിരുന്നു. എല്ലാം ഈ മാലിക്കാരികൾ വന്ന് വാടകയ്ക്ക് എടുക്കുക. മാലിക്കാർ വന്നങ്ങ് വാടകയ്ക്ക് എടുക്കുകയാണ്. അവർ നല്ല വാടകയും കൊടുക്കും, കൃത്യമാണ് വാടക. കാരണം മാലിദ്വീപിൽ അവർക്ക് നല്ല വരുമാനമാണ്. അവരവിടുത്തെ വീട് ടൂറിസത്തിന് വിട്ടുകൊടുത്തിട്ട് അവരിങ്ങ് വരും. എന്നിട്ട് ഇവിടെയാണ് അവർ ചികിത്സയും സുഖവാസവും ഒക്കെ. അപ്പോൾ ഇങ്ങനെ മാലിദ്വീപുമായിട്ട് നല്ല ഒരു ബന്ധത്തിലാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനെ അട്ടിമറിക്കാൻ ഈ മുഹമ്മദ് മുയിസു തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യ വിരോധം പറഞ്ഞ് അവിടെ അധികാരത്തിൽ കയറി. ചൈനയുടെ വലിയ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്, ചൈനയുടെ സ്വാധീനം അതിലുണ്ട്. പക്ഷേ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അത് നരേന്ദ്രമോദി മനസ്സിലാക്കി കൊടുത്തു. ഒന്നും ചെയ്തില്ല. ലക്ഷദ്വീപിൽ പോയി ഒരു കസേരയിട്ട് കടൽക്കാറ്റേറ്റ് മോഡി അവിടെ ഇരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു കൊടുത്തു. ഇത്രയും മാലിദ്വീപിനേക്കാൾ സുന്ദരമായ ഒരു ദ്വീപ് സമൂഹം ഈ കേരളത്തിൻ്റെ തീരത്തുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നാണ് ലോകം മുഴുവനും അത്ഭുതപ്പെട്ടത്. വളരെ പെട്ടെന്ന് അത് വൈറലാകുകയും ഈ
ആൾക്കാരിൽ നേരെ ലക്ഷദ്വീപിലേക്ക് വെച്ച് പിടിക്കാൻ തുടങ്ങുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന വിനോദസഞ്ചാരികൾ മുഴുവനും ഒറ്റയടിക്ക് അത് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ തുർക്കിയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. തുർക്കിയിൽ വിനോദസഞ്ചാരത്തിന് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ മുഴുവനും, ഇന്ത്യയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ സഹായിക്കാൻ കൊമ്പും കുഴലും എടുത്ത് വന്ന് തുർക്കി, എർദോഗനും തുർക്കിയും കൂടി വന്നപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നിട്ട് പോലും നമ്മൾ മലയാളികളടക്കമുള്ളവർ, സാധാരണ മലയാളികളാണ് പൊതുവേ ഈ ദേശീയവാദത്തിന് എതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്നത്. പക്ഷെ മലയാളികൾ പോലും ഒന്നടങ്കം ജാതി മതഭേദമന്യേ തുർക്കിക്കെതിരെ തിരിഞ്ഞു. എല്ലാവരും യാത്ര ക്യാൻസൽ ചെയ്തു. തുർക്കി വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. സമാനമായൊരു പണിയാണ് മാലദ്വീപിനും നരേന്ദ്രമോദി വെച്ചു കൊടുത്തത്. അതോടുകൂടി മുഹമ്മദ് മൊയ്സു സാമ്പത്തികമായിട്ട് വലിയ തകർച്ച അവർക്ക് നേരിടുമെന്ന് മനസ്സിലായി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹവും മന്ത്രിസഭയും പ്ലേറ്റ് അങ്ങ് മാറ്റി ചൈനയോട് ഗുഡ് ബൈ പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞത് ഔട്ട് ഇന്ത്യ ഔട്ട്, ഗെറ്റ് ഔട്ട് ഇന്ത്യ, ഗെറ്റ് ഔട്ട് മോഡി എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സമ്പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിട്ട് വാം വെൽക്കം നരേന്ദ്രമോദി എന്നും പറഞ്ഞ ഒരു ക്യാമ്പയിൻ തുടങ്ങി. ഇപ്പോൾ ഇതാ അതോടുകൂടി നമുക്ക് ആരോടും ശത്രുതയില്ല, നമ്മൾ ആരെയും അങ്ങോട്ട് ശല്യപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷെ നമ്മളെ ഉപദ്രവിച്ചാൽ വിടുകയുമില്ല. അത് ആ നയം വിജയിച്ചു. അവർ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച കൊണ്ടുവരികയും ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. ഇന്ത്യയാണ് എക്കാലത്തെയും ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് മുഹമ്മദ് മൊയ്സു തിരിച്ചറിഞ്ഞു. അതിന് ചരിത്രം സാക്ഷിയാണ്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് മൊയ്സു വലിയ മാറ്റം വരുത്തി. ഇപ്പോഴിതാ ഈ 60ാം സ്വാതന്ത്ര്യത്തിൻ്റെ 60ാം വാർഷികത്തിൽ നരേന്ദ്രമോദിയെ മുഖ്യാതിഥിയായിട്ട് അവർ ക്ഷണിച്ചിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് അദ്ദേഹം പോവുകയാണ്. എനിക്ക് അറിവ് ശരിയാണ്, നാളെയും മറ്റന്നാളാണ് 26ാം തീയതിയാണ് അവരുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം. അതിൽ പങ്കെടുക്കും അദ്ദേഹം. പങ്കെടുത്തിട്ട് തിരിച്ചു വരും എന്ന് മാത്രമല്ല, തന്ത്രപ്രധാനമായ പല ബിസിനസ് ഡീലുകളും ഇന്ത്യയും മാലദ്വീപും തമ്മിൽ പല സാങ്കേതിക വിദ്യ അടക്കം കൈമാറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ. നമ്മൾ ഈ കോവിഡൊക്കെ വന്ന സമയത്താണ് ഇന്ത്യ ആരാണെന്നും എന്താണെന്നും ലോകം മനസ്സിലാക്കിയത്, അല്ലേ? ഈ ചെറിയ ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളിലെല്ലാം സഹായവുമായിട്ട് ഓടിയെത്തിയത് ഇന്ത്യയാണ്. അവരെ വലിയ രീതിയിൽ അവർക്ക് ഈ വാക്സിൻ ഉൾപ്പെടെ കൊടുക്കുകയും അതിനും മറ്റു സഹായ സഹകരണങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തതിലൂടെ ഇന്ത്യ, പ്രത്യേകിച്ചും നരേന്ദ്രമോദി, ഒരു വലിയ മനുഷ്യനാണ് എന്ന് തെളിയിച്ചു. അത് മാലിദ്വീപിനും ഇപ്പോൾ നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇതേ രീതിയിലാണല്ലോ കുറച്ചു നാൾ മുമ്പ് ശ്രീലങ്കയുടെ നിലപാട്. അവരും ഇന്ത്യക്ക് അനുകൂലമായല്ലേ പ്രവർത്തിക്കുന്നു? അതെ, ശ്രീലങ്കയിൽ ഇപ്പം പിന്നെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ വന്നു. ഇനിയിപ്പോൾ നോക്കണ്ട ഇന്ത്യ വിരുദ്ധ. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് ചൈനയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അല്ലാതെ അവിടെ ശ്രീലങ്കയിൽ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. പിന്നെ ആ പേരിൽ അവിടെ ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പാർട്ടിക്ക് അധികാരം കിട്ടി. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യയുമായിട്ട് അവർ വലിയ സഹകരണത്തിലാണ്. ചൈനയോടുള്ള അകൽച്ച വളരെ കൃത്യമായിട്ട് അവർ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ചൈനയേക്കാൾ എത്രയോ അടുത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. നമ്മുടെ BJPയുടെ ഒരു പോളിസി തന്നെ അയൽപക്കവുമായിട്ട് നല്ല ബന്ധത്തിൽ പോവുക. അകലെ കിടക്കുന്ന ബന്ധുവിനേക്കാൾ അയൽപക്കത്തെ സുഹൃത്താണ് നല്ലത് എന്ന് വാജ്പേയി പണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ നയം ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചു പോരുന്നു. അത് ശ്രീലങ്കയോടായാലും മാലദ്വീപിനോടായാലും നേപ്പാളിനോടായാലും മ്യാൻമാറിനോടായാലും ചൈനയോടായാലും പാകിസ്ഥാനോടായാലും ഒക്കെ ഇന്ത്യക്ക് പോളിസിയിൽ ഒരു മാറ്റവുമില്ല. നരേന്ദ്രമോദിയുടെ ഈ ഒരു ആ പോളിസി പിന്തുടരുന്ന ആളെന്നുള്ള നിലയ്ക്ക്, പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദി അത് നല്ല ഭംഗിയായിട്ട്, വളരെ ശക്തമായിട്ട്, എന്നാൽ നിലപാടുകളിൽ ഉറച്ചു നിന്ന് വെള്ളം ചേർക്കാതെ, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അദ്ദേഹം ഇതെല്ലാം ചെയ്തു പോകുന്നു. മുഹമ്മദ് മൊയ്സു ഇപ്പോൾ മഞ്ഞുരുകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് വളരെ ഊഷ്മളമായ ബന്ധത്തിലാണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു, ഇന്ത്യയിലെത്തി, നരേന്ദ്രമോദിയെ നേരിട്ട് പോയി കണ്ടു. ചെയ്തുപോയ അബദ്ധങ്ങൾക്കും തെറ്റുകൾക്കും എല്ലാം അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഊഷ്മളമായ ബന്ധം പുനരാരംഭിച്ചു. അത് ഇപ്പോഴിതാ നരേന്ദ്രമോദിയുടെ മാലിദ്വീപ് സന്ദർശനത്തിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് 2 രാജ്യങ്ങൾക്കും നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഇന്ത്യയെ പൂട്ടാം എന്ന് കരുതി വെള്ളം തിളപ്പിച്ച ചൈന ഒടുവിൽ ആ വെള്ളം വാങ്ങിവെച്ച് ഇന്ത്യയോട് സൗഹൃദത്തിന് വരുന്നൊരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.